ഹലോ മുത്തുമണികളെ, ഞാൻ ഇന്ന് ഭയങ്കര സങ്കടത്തോടു കൂടി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. പക്ഷെ ഞാൻ അറിഞ്ഞ ഈ കാര്യത്തിന് കൃത്യമായുള്ള ഒരു ഇൻഫർമേഷൻ ജനങ്ങൾ അറിയണം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അല്ലുടായിപ്പുമ്മ ഇന്നലെ 2 ഷോർട്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫലം ഈ ഷോർട്സിന്റെ കാര്യം മാത്രമല്ല, ഇവരുടെ മകളെ ഇവരുടെ ഉമ്മയുടെ സംരക്ഷണയിലേക്ക് ചൈൽഡ് ലൈൻ മാറ്റിയിട്ടുണ്ട്. അവിടെ വേറെ ഒരുപാട് വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. ഈ വിഷയങ്ങളുടെ അന്വേഷണ വിധേയമായിട്ട് തന്നെ അന്വേഷിച്ച് ചൈൽഡ് ലൈനിലും പഞ്ചായത്തുകാർക്കും ഒക്കെ ബോധ്യമായ ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടിക്ക് സേഫായ ഒരു നിൽക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഉമ്മുമാരെ കൂടെ ഈ കുട്ടിയെ നിർത്തിയത്. പക്ഷെ ഇപ്പോ ഉള്ള ഒരു കാര്യം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയെയും ഉമ്മുമ്മയെയും ഒക്കെ അപകടപ്പെടുത്തുന്ന തരത്തിൽ ഈ അല്ലുടായിപ്പ് ഉമ്മയുടെ ഹസ്ബൻഡ് പല തവണ അത്തരത്തിൽ ഒരു അപകട സൂചകമായ രീതിയിൽ വണ്ടി ഓട്ടിക്കുകയും അവരുടെ ശരീരത്തിൽ പതിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടിയെയും കൊണ്ട് ട്യൂഷന് പോകുന്ന സമയത്തൊക്കെയാണ് ഇത്തരത്തിൽ മനഃപൂർവ്വം ഒരു ആക്രമണ സ്വഭാവം ഇയാൾ ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കണ്ട ആളുകളുമുണ്ട്. നമുക്കറിയാം, മുമ്പ് ഇയാൾ പബ്ലിക്കായിട്ട് എന്നെ പറഞ്ഞിട്ടുമുണ്ട്, എൻ്റെ ഒരു സുഹൃത്തിനെ വണ്ടി ഇടിച്ച് കൊല്ലും എന്നുള്ളത്. സത്യത്തിൽ ഞങ്ങളൊന്നും ഇവരെ ആരെയും ഒന്നും ചെയ്തിട്ട് പോലും ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇയാൾക്ക് ആ ഉമ്മയോടും വാപ്പയോടും ദേഷ്യവും വൈരാഗ്യവും ഉണ്ടാകാം. എന്തായാലും ഈ കുട്ടി ഒരു സേഫായ സ്ഥലത്ത് നിൽക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ചൈൽഡ് ലൈനും ആ നാട്ടുകാരും പഞ്ചായത്തും ഒക്കെ ഇടപെട്ട് കുട്ടിയെ മാറ്റിയതെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് സ്ഥിരം അവിടെ ഭയങ്കരമായി ഈ കുട്ടിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കുമാണ് എന്നുള്ളതാണ്. ഇതില് ഇന്ന് രാവിലെ തന്നെ ഇവരുടെ കാമുകനായിട്ടുള്ള അയാള് അവരുടെ വീട്ടിനകത്ത് കയറിപ്പോയി എന്തോ ഭീഷണി മുഴക്കി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് കുറെ ദിവസങ്ങളായി ഈ ഒരു സംഭവം കേട്ടോണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയും നാള് ആ കുട്ടി സേഫായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മുമാരുടെ കയ്യിൽ കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ കുട്ടി സേഫ് അല്ല ഈ ഒരു മെന്റൽ കണ്ടീഷനിൽ. കാരണം അവിടെ എന്നും അടിയും വഴക്കമാണ്. അതുപോലെ തന്നെ ഈ അല്ലുടായിപ്പ് ഉമ്മ പറയുന്ന കാര്യങ്ങളിൽ കുട്ടിയുടെ ഡ്രസ്സുകൾ കുട്ടിക്ക് കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. സത്യത്തില് കുട്ടിയുടെ ഡ്രസ്സുകൾ കൊടുത്തിട്ടില്ല. അതിന്റെ ഫലമായിട്ട് ഈ ഉമ്മ, അല്ലുടായിപ്പ് ഉമ്മയുടെ ഉമ്മ പോയി കുട്ടിക്ക് പുതിയ ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങിച്ചതിന്റെ ബില്ലുകളും കൊണ്ട് പുതിയ ഡ്രസ്സുകളാണ് ആ കുട്ടി ഇടുന്നത് എന്നുള്ളത് ആ ചാനൽ കണ്ടപ്പോഴാണ് നമുക്കും മനസ്സിലായത്. അതുവരെ ആ കുട്ടി ഇട്ടിരുന്ന ഉടുപ്പുകളല്ല. ഇത്തരത്തിൽ ഇപ്പോ കുട്ടി ഒരു പുതിയ ചാനലിൽ കൂടി പ്രത്യക്ഷപ്പെട്ടു. അത് സത്യത്തിൽ കുട്ടിയുടെ ചാനലല്ല, കുട്ടിയുടെ ഉമ്മുമ്മാന്റെ പഴയ ചാനലാണ്. ആ ചാനലിൽ കൂടി കുട്ടിയുടെ സന്തോഷങ്ങളും കുട്ടിയുടെ ഇഷ്ടങ്ങളും ഒക്കെ പബ്ലിഷ് ആയിരിക്കുന്നു. അപ്പൊ ഇത് അല്ലുടായിപ്പ് ഉമ്മേനെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചിട്ടുണ്ട്. അല്ലുടായിപ്പ് ഉമ്മ ഭയങ്കര പേടിയിലാണ്. ഇനി കുട്ടി എന്തെങ്കിലും പറയുമോ? കുട്ടി 2 വയസ്സ് മുതൽ നേരിടുന്ന ബുദ്ധിമുട്ടുകള് കുട്ടിക്ക് തിരിച്ചറിയുന്ന ഒരു പ്രായമായല്ലോ. അപ്പൊ കുട്ടി എന്തെങ്കിലും പറയുമോ എന്നുള്ള ഒരു വെപ്രാളത്തില് ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഒരു ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികൾ വളരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഈ 3 കുട്ടികളും ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ചൈൽഡ് ലൈനിലെ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ നാട്ടിലുള്ള നാട്ടുകാരോ പഞ്ചായത്തോ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ കുട്ടികളുടെ സംരക്ഷണത്തെയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ കുട്ടികളെ സർക്കാർ വക സ്ഥാപനത്തിലോ മറ്റോ മാറ്റുക. ഉമ്മയും മോളും കാമുകനും വാപ്പയും ഒക്കെ കൂടി അവിടെ കിടന്ന് തമ്മി തല്ലി എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. കാരണം കുട്ടികൾക്ക് ജീവിക്കാൻ സാഹചര്യം ഇല്ല എങ്കിൽ, അവർക്ക് വളരാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ വീട്ടിൽ ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? ആ ഇളയ 2 ആൺകുട്ടികള് ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ കുട്ടികളെയും കൊണ്ട് അവിടെ ഇവിടെയും നടന്ന് പിന്നെ കടപ്പണ്ടങ്ങളും വാങ്ങിച്ച് കറക്കാനും കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ ഉമ്മാന്റെ കൂടെ നിൽക്കണമെന്ന് തന്നെ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ നാട്ടുകാരല്ലേ, നിങ്ങൾ കാണുന്നില്ലേ ഈ കുട്ടികളെ സ്കൂളിൽ പോലും വിടാതെ ഇവർ കാണിക്കുന്ന അക്രമാസക്തമായ
സ്വഭാവം. അതുപോലെ തന്നെ ആ വീട്ടിൽ നിരന്തരം ഇവരും ഈ കാമുകനും തമ്മിൽ അടിയുണ്ട് എന്നാണ് പറയുന്നത്. കള്ളു കുടിക്കാൻ മെനിഞ്ഞാന്ന് അവിടെ ഒരു വലിയ വഴക്ക് നടന്നു അത്രേ. കള്ളു കുടിക്കാൻ പൈസ തരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പുള്ളിക്കാരൻ അവിടെ കിടന്ന് അത്രയും തെറി വിളിക്കുന്നത്. ഈ തെറികൾ വിളിക്കുമ്പോൾ അയാൾ പറയുന്ന ഭാഷ വളരെ മോശമായിട്ടുള്ള ഭാഷയാണ്. അതിൽ ആ കുട്ടിയെ പോലും പരാമർശിക്കുന്ന ചില പരാമർശങ്ങളുണ്ട്. എനിക്കിവിടെ പുറത്തു പോലും പറയാൻ വേണ്ടിയിട്ട് മനസ്സ് വരുന്നില്ല. ഇത് ഇത്രയൊക്കെ ആ കുട്ടിയുടെ മേലെ ആരോപണം ഇയാൾ ഉന്നയിക്കുമ്പോൾ ഇയാൾക്ക് പിന്നെയും വെച്ച് വിളമ്പി കൊടുക്കുന്ന നിന്നെ സമ്മതിക്കണം എൻ്റെ അയലിലൂടായി പുമ്മേ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഈ കുട്ടികള് ഒരു നന്മയുള്ള ഒരു സ്ഥലത്തല്ല, അല്ലെങ്കിൽ അവരൊരു സേഫായ സ്ഥലത്തല്ല. ഉമ്മമാരെ ഉപ്പുപ്പാന്റെ കൂടെയും ആ കുട്ടി നിൽക്കണ്ട എന്നുള്ളതാണ്. കുട്ടിയെ സർക്കാർ വക സ്ഥാപനത്തിലോ മറ്റോ അവൾക്ക് പഠിക്കാൻ ആവശ്യമായ അന്തരീക്ഷം ഒരുക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. ദിനം പ്രതി ആ ഉമ്മാന്റെയും ഉപ്പാന്റെയും വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് ഈ സ്ത്രീയും ഈ പുരുഷനും കൂടി അവരെ അങ്ങോട്ട് നോണ്ടി അവരെന്തെങ്കിലും തിരിച്ചു പറയുമ്പോഴത്തേക്ക് ഓടി വന്ന് വീട്ടിനകത്ത് കയറി അവരെ വീഡിയോ എടുത്ത് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഞങ്ങൾ നന്മയുള്ളവരാണ് എന്ന് കാണിക്കാൻ. ഇത്രയും മോശമായ, അല്ലെങ്കിൽ ഇവര് തന്നെ ഒന്ന് ചിന്തിക്കുക, ഇവരിപ്പോ പ്രസവിക്കാനായിട്ട് പോകും, ആ പെൺകുട്ടി എവിടെ നിൽക്കും? ആ പെൺകുട്ടിയെ ഈ കള്ളുകുടിയന്റെയും ഇവര് തന്നെ പറയുന്നുണ്ട് MDM അടിക്കുന്ന ആളുകളുമായിട്ടാണ് ഇയാൾക്ക് കോണ്ടാക്ട്. എന്ത് മനുഷ്യത്വമുണ്ട് ഇവന്മാരുടെയൊക്കെ ഉള്ളിൽ, എന്ത് മനുഷ്യത്വം ഉണ്ടാകും? അയാൾ തന്നെ സംസാരിക്കുന്ന, കള്ളു കുടിച്ചിട്ട് വന്നിരുന്ന് സംസാരിക്കുന്ന സംസാരങ്ങളിൽ എവിടെയെങ്കിലും ഒരു മാന്യതയുടെ അടയാളമുണ്ടോ? ഒരു കമന്റ് ഇടുന്ന ആൾക്കാരെ പോലും എത്ര വൃത്തികേടായിട്ടാണ് അയാൾ സംസാരിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ആ വീട്ടിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുവരാനാണ് ഈ സ്ത്രീ ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവർ ആശുപത്രിയിൽ പോകും ഇപ്പോൾ പ്രസവിക്കാൻ. ഈ കുട്ടി എവിടെ നിൽക്കും? കുട്ടിക്ക് വേണ്ടുന്ന സംരക്ഷണം ഒരുക്കുക എന്നതിന് പകരം കുട്ടിയെ വലിയ അപകടത്തിലേക്ക് വലിച്ച് ഇഴയ്ക്കാൻ നോക്കുന്ന ഈ സ്ത്രീക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉമ്മയും ഉപ്പയും മോളും കാമുകനും ഒക്കെ കൂടി തമ്മിൽ തല്ലിക്കോട്ടെ, കുട്ടികൾക്ക് ആവശ്യമായ ഒരു ആരോഗ്യപരമായി മെന്റലി ആരോഗ്യപരമായി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഈ കുട്ടികളെ മാറ്റണം എന്നുള്ളതാണ്. എന്തായാലും ഷെഫീന താത്ത കൊടുത്ത ഒരു പരാതിയുണ്ട്. ആ പരാതിയിന്മേൽ ഈ 2 ആൺകുട്ടികളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും ഒരു അനാരോഗ്യകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ആ കുട്ടികൾ വളർന്നു വരുന്നത്. കുട്ടികൾ എന്ന് പറയുന്നത് നാളത്തെ പൗരന്മാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോ ആ പെൺകുട്ടിയുടെ ജീവിതം ഒരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ആ കുട്ടിക്ക് ഒരു മനസ്സമാധാനമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം പോലും കൊടുക്കുന്നില്ല. ദിനം പ്രതി വന്നിരുന്ന് ആ കുട്ടിയെ കുറിച്ച് അസംബന്ധം പറയുകയാണ്. ഇത് ആ കുട്ടി കാണുന്നുണ്ട്. ഇവരുടെ വീഡിയോകളിൽ ഇവർ ആ കുട്ടിയെ പിന്നെ കാണിക്കാൻ വേണ്ടി മാത്രം ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, പാർക്കുകളിൽ പോയി എൻജോയ് ചെയ്യുന്നു. ഇതെല്ലാം വീഡിയോ എടുത്ത് ഇവരുടെ ചാനലിലേക്ക് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കാണുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് മെന്റലി ആരോഗ്യപരമായ ഒരു സ്ഥലത്തേക്ക് ഈ കുട്ടികളെ മാറ്റണം. തമ്മി തല്ലി ചാവാൻ വേണ്ടി നടക്കുന്ന എന്താണ് ആ നാട്ടില് ആളുകളില്ലേടെ? ആ നാട്ടുകാർക്ക് എന്താണ്? നാട്ടുകാരുടെ വായിൽ എന്താ പഴമാണ്? എത്ര ദിവസമായി ഇത് നടക്കുന്നു? എത്ര ദിവസമായി? ഇതിനൊരു പരിഹാരം ഇല്ലേടെ? ഇതിനൊരു പരിഹാരം ഇല്ലേ?